ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കബറിടം, മറിയത്തിൻ്റെ കല്ലറ അല്ലെങ്കിൽ കബറിടവും അവിടുത്തെ വിശേഷങ്ങളുമാണ്. പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്ന് എല്ലാ ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കല്ലറ അവശേഷിക്കുന്നത്? അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കാണുന്നതാണ് ഗെത്സമൻ ദേവാലയം, അതായത് ഗെത്സമൻ തോട്ടവും ദേവാലയമാണത്. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച സ്ഥലവും അവിടുത്തെ ദേവാലയമാണത്. ഈ കാണുന്നത് മഗ്ദലന മറിയത്തിൻ്റെ പള്ളിയാണ്. മേരി മഗ്ദലൻ്റെ ദേവാലയമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒലിവുമലയാണ്. ഒലിവുമലയുടെ താഴ്വാര പ്രദേശം കെഡ്രോൺ വാലി എന്ന് പറയും. ഈ സ്ഥലത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കെഡ്രോൺ വാലി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒലിവുമലയുടെ മുകളിലേക്കാണ് ഈശോ സ്വർഗസ്നായ പിതാവെ പഠിപ്പിച്ച സ്ഥലവും അതുപോലെ തന്നെ ഈശോ സ്വർഗാരോഹണം ചെയ്ത സ്ഥലവും ഒക്കെ ഈ മലയുടെ മുകളിലുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെ ചാനലിൽ കയറി വീഡിയോ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യണം. ഈ കെഡ്രോൺ താഴ്വര കാണാനായിട്ട് എത്ര ഭംഗിയാണ്. ജെറുസലേം എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. വളരെ ഭംഗിയായിട്ടുള്ള നേച്ചറാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് എക്സ്പെൻസീവായിട്ടുള്ള കളറുകളാണ്. ജൂയിഷിൻ്റെ കളറുകളുമുണ്ട്, അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ കളറുകളുമുണ്ട് ഇവിടെ തന്നെ. കെഡ്രോൺ താഴ്വരയിലാണ് മറിയത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അതും റോഡ് നിരപ്പിൽ നിന്നും വളരെ അടി താഴ്ചയാണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടുന്നത്. അപ്പം ഈ കാണുന്നതാണ് കുരിശാകൃതിയിലുള്ള ഒരു ദേവാലയമാണിത്. ഇത് AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻ്റ് ഒന്നാമൻ്റെ കാലത്ത് പണിയെഴുപ്പിച്ച ഒരു ദേവാലയമായിരുന്നു. കുരിശാകൃതിയിലുള്ളൊരു ദേവാലയമാണിത്. 12-ാം നൂറ്റാണ്ടിൽ പണിയെഴുപ്പിച്ച പടിക്കെട്ടുകളാണിത്. അതായത് ഈ സ്റ്റെപ്സ് എല്ലാം 12-ാം നൂറ്റാണ്ടിൻ്റെ വഴക്കമുണ്ട്. 47ഓളം പടികളുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ ആ കബറിടം കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻ്റ് ഒന്നാമൻ്റെ കാലത്താണ് ഈ ദേവാലയം ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് നൂറ്റാണ്ടുകളായി ഈ ദേവാലയം പലതവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ് നിലവിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിർമ്മിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓർത്തഡോക്സ് ഫാദേഴ്സിൻ്റെ കയ്യിലാണ്. കുരിശുയുദ്ധക്കാരുടെ സമയത്താണ് മോസ്റ്റ്ലി ദേവാലയങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം പിന്നീട് വന്ന സംഭവങ്ങളാണ്. വളരെ ഭംഗിയാണ്. ഇവിടുത്തെ തൂക്കുവിളക്കുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ള്. അതായത് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് ഈ ഹാങ് ചെയ്ത് കിടക്കുന്നതൊക്കെ. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഇത് ശരിക്കും കുരിശാകൃതി തന്നെയാണ്. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്പേസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ കാണുന്ന ആ കബറിടം എന്ന് പറയുന്നത്. ഒരു ഗുഹ പോലെയാണത്. നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് കുനിഞ്ഞേ കയറാൻ പറ്റത്തുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് പരിശുദ്ധ അമ്മ ബെഡിൽ കിടക്കുകയും ഈശോയുടെ ശിഷ്യന്മാർ 4 ചുറ്റും നിൽക്കുന്നതുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൂടെ എൻറ്റർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ കാണുന്ന ചെറിയ നാരോ പാസേജിലൂടെയാണ് നമ്മൾ എക്സിറ്റ് ആവേണ്ടുന്നത്. നമ്മൾ ഇറങ്ങി വന്ന പടികളാണിത്. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയും യോവാക്കീമിനെയും അടക്കം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതും, അതുപോലെ തന്നെ വിശുദ്ധ യൗസേ പിതാവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണുള്ളത്. നമുക്കിനി എന്തായാലും അകത്തേക്ക് കയറാം. ഈ ചെറിയ നാരോ പാസേജിലൂടെ വേണം നമുക്ക് കയറാനായിട്ട്. ഏതായാലും ഞാനും അകത്തേക്ക് കയറാൻ പോവുകയാണ്. അവിടെ അതിനകത്തുള്ള ആൾക്കാർ എക്സിറ്റ് ആയാലേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. കാരണം അതിനകത്ത് അധികം സ്പേസ് ഇല്ല. ഒരുപാട് പേർക്ക് നിൽക്കാനുള്ള സ്പേസ് കുറവാണ്. ഇതിപ്പോൾ ഗ്ലാസ് ഇട്ടാണ് പരിശുദ്ധ അമ്മയുടെ കബറിടം എന്ന് പറയുന്ന സ്ഥലം ഗ്ലാസ് ഇട്ട് വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. തൂക്കുവിളക്കുകളുണ്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ കിടന്ന കല്ലറ എന്ന് പറയുന്നത്. ഈ കല്ലറ ശൂന്യമാണ്. ഈ കല്ലറയിലൊന്നും തന്നെ ഇല്ല. വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അതിനകത്ത് ആൾക്കാർ അവരുടെ പ്രെയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ തിരികളൊക്കെ കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ പിക്ചർ, പരിശുദ്ധ അമ്മ ബെഡിൽ കിടക്കുന്നതും ഈശോയുടെ ശിഷ്യന്മാർ 4 ചുറ്റും നിൽക്കുന്നതുമായിട്ടുള്ള പിക്ചർ ഇവിടെയും വെച്ചിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഒരു റിമൈനിങ് പാർട്സും, അതായത് ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല. ഇത് കല്ലറ ശൂന്യമാണ്. പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തത് തന്നെയാണ്, അതായത് ഉടലോടെ സ്വർഗത്തിൽ പോയെന്നാണ്, ശരീരത്തോടുകൂടി ജീവനോടെ സ്വർഗത്തിൽ പോയെന്നാണ് ക്രിസ്ത്യൻസായ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഫീസ്റ്റ് ഓഗസ്റ്റ് 15 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ കല്ലറയിൽ ഒന്നും തന്നെയില്ല. അപ്പം പരിശുദ്ധ അമ്മയുടെ അവസാന നിമിഷങ്ങൾ ഇതുപോലെ ശിഷ്യന്മാരുമൊത്ത് പരിശുദ്ധ അമ്മ ബെഡിൽ കിടക്കുകയും ശിഷ്യന്മാർ 4 ചുറ്റും നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ശിഷ്യന്മാർ വന്ന് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ബെഡിലില്ലായിരുന്നു. കുറേയധികം റോസാപ്പൂക്കൾ മാത്രമേ ബെഡിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ ജീവനോടെ അല്ലെങ്കിൽ ശരീരത്തോടു കൂടി സ്വർഗാരോഹണം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ മാതാവിൻ്റേതായിട്ടുള്ള ഒരു അവശേഷിപ്പുകളും ഇവിടെയില്ല. വെറും ശൂന്യമായ കല്ലറ മാത്രമാണ് ഇവിടെയുള്ളത്. ഈ ചെറിയ ആർച്ച് പോലെ കാണുന്നത് മിറാബ് എന്നാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കയുടെ ഡയറക്ഷൻ കിട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണത്. നമുക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ അധികം ലൈറ്റ്സ് ഒന്നുമില്ല. എല്ലാം ഈ തൂക്കുവിളക്കിൻ്റെ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ അധികം. അതുകൊണ്ട് ഇച്ചിരി ഡാർക്കായിട്ടാണ് നമുക്കെല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് വാൾ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള വാൾ പിക്ചറുകൾ ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ശൂന്യമായ കല്ലറയല്ലാതെ നമുക്കിവിടെ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. എന്താ അല്ലേ? പരിശുദ്ധ അമ്മ ഉടലോടെ സ്വർഗത്ത് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ എന്തിനാണ് അടക്കം ചെയ്യാത്ത പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കല്ലറ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുള്ള സ്ഥലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ മരിച്ചു, പരിശുദ്ധ അമ്മയെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്, ഇത് പരിശുദ്ധ അമ്മയുടെ റിയലായിട്ടുള്ള കബറിടമാണ് എന്ന് വിശ്വസിക്കുന്ന ചില ക്രിസ്ത്യൻസ് ഉണ്ട്. അവരവകാശപ്പെടുന്നത് പരിശുദ്ധ അമ്മ ഇവിടെയാണ് അടക്കം ചെയ്തത്. അതിനുശേഷം പരിശുദ്ധ അമ്മ അവളുടെ മകനെ പോലെ തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉടലോടെ, അതായത് ശരീരത്തോടുകൂടി സ്വർഗാരോഹണം ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരും അവകാശപ്പെടുന്നില്ല ഈ കബറിടത്തിൽ അല്ലെങ്കിൽ ഈ കല്ലറയിൽ എന്തെങ്കിലും ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് ആരും അവകാശപ്പെടുന്നില്ല. എല്ലാവരും ശൂന്യമായ കല്ലറ തന്നെയാണ്. പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി സ്വർഗത്ത് പോയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 2 വിശ്വാസങ്ങളും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്ന് തന്നെയാണ്. ഈ ദേവാലയത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ചാപ്പലും ലെഫ്റ്റ് സൈഡിലായിട്ട് മറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യോവാക്കീമിൻ്റെയും ചാപ്പലും നമുക്ക് കാണാൻ സാധിക്കും. വളരെ പുരാതനമായിട്ടുള്ള, അതായത് കുരിശാകൃതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദേവാലയം കാണാൻ സാധിച്ചത് തന്നെ വളരെയധികം ബ്ലെസ്സിങ് ആയി തോന്നുന്നു. ആ കല്ലറയുടെ എക്സിറ്റാണിത്. ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത്രയും കുനിഞ്ഞാണ് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ശരിക്കും ഗുഹ പോലെ തന്നെയാണുള്ളത്. ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ കബറിടത്തിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.